ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഗമന കാലഘട്ടത്തിലെ 4-ാമത്തെ ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന വചനഭാഗത്തെക്കുറിച്ച് ഈ ആഴ്ചയിൽ പ്രതിപാദിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ അമ്മ തെയോത്തോക്കോസ് എന്ന വലിയ പദവിയിലായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ഇങ്ങനെയൊരു സേവന മനോഭാവത്തോടുകൂടി തൻ്റെ ബന്ധുവിനെ കാണാനായിട്ട് പോകുന്നു. മറ്റുള്ളവരോട് എപ്പോഴും സൂക്ഷിച്ചിരുന്ന കരുണ പരിശുദ്ധ കന്യകാമറിയത്തിൽ എടുത്ത് കാണാം. ഈ കരുണയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരുണ എന്നുള്ള വാക്കിനെ കൂടുതൽ ധ്യാനാത്മകമായി ചിന്തിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവാണെന്നാണ്. അദ്ദേഹം കരുണയെ അരുൾ, അൻപ്, അനുകമ്പ എന്ന് 3ആയിട്ട് തിരിക്കുന്നു. ഈ അരുൾ എന്നുള്ളത് ഒരു അറിവാണ്. ഇതിങ്ങനെ എല്ലാവരെയും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട് എന്നുള്ളൊരു അറിവ്. അതിങ്ങനെ അൻപായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവോടുകൂടി ഇങ്ങനെ സ്നേഹമുള്ളിൽ നിറയുന്ന അവസ്ഥ ഉണ്ടാവുക. അതിങ്ങനെ അനുകമ്പ ആയിട്ട് മാറേണ്ട ആവശ്യം കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അനുകമ്പ എന്നുള്ളത് അനുകമ്പനം ചെയ്യുക എന്നുള്ളതാണ്. തങ്ങളുടെ നമ്മുടെ എതിർവശത്തായിരിക്കുന്ന ആളോട് അയാൾ എന്താണോ ആയിരിക്കുന്നത് അതേ അവസ്ഥയിൽ എത്തിച്ചേരാൻ, താതാത്മ്യം പ്രാപിക്കാനായിട്ടുള്ള ഒരു കഴിവിലേക്ക് ഇതരൻ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഈ 3ആയിട്ട് തരംതിരിക്കുന്ന എല്ലാ സവിശേഷതകളും ഈ പരിശുദ്ധ കന്യകാമറിയത്തിൽ കാണാം. ആദ്യത്തേത് ഈ അരുൾ എന്നുള്ളൊരു കാര്യമാണ്, അറിവ് എന്നുള്ളൊരു കാര്യം. ഈ അറിവാണ് ഇങ്ങനെ ഗബ്രിയേൽ ദൂതനിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയം സ്വീകരിക്കുന്നത്. അങ്ങനെ ആ അരുൾ, ഈ അറിവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഇതിൽ സന്തോഷിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ഒരു അനാഥാലയം സന്ദർശിക്കുകയാണ്. അനാഥാലയം സന്ദർശിക്കുമ്പോൾ അതിലെ അന്തേവാസിയായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ഇയാളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കൊച്ചുകുട്ടി ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അയാളോട് സംവദിക്കുന്നുണ്ട്. അന്ന് രാത്രി ഈ കെട്ടിപ്പിടിച്ച തന്നോട് പേര് ചോദിച്ച വ്യക്തിക്ക് കത്തെഴുതുന്നുണ്ട് ഈ കൊച്ചുകുട്ടി. എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ മോനെ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായിരുന്നോളാം. ഇതാണ് ഒരാളിൽ സംഭവിക്കുന്ന മാറ്റം, ഈ അറിവ് ഒരാളിൽ വന്നു നിറഞ്ഞു കഴിയുമ്പോൾ. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഈ അറിവ് ഇങ്ങനെ അലിവായി മാറേണ്ടതുണ്ട്, സ്നേഹമായി മാറേണ്ടതുണ്ട്. അതിനെയാണ് അൻപ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലേ ക്രയോൺസ് എന്നുള്ളൊരു ചലച്ചിത്രമുണ്ട്. ആ ലേ ക്രയോൺസിൽ കാണുന്നത്, ഇങ്ങനെ പശ്ചാത്തലത്തിൽ കാണുന്നത് ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ ഇങ്ങനെ സ്ക്രീനിൽ ഒരു കൊച്ചുകുട്ടി പെൻസിലിങ്ങനെ ചെത്തിയെടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഈ പെൻസിൽ ചെത്തുന്ന സമയത്ത് ഓരോ മുറിവും ഈ പെൻസിലിന് സംഭവിക്കുമ്പോഴും ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഏങ്ങി കരയുന്ന കരച്ചിലിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. അങ്ങനെ അതിന് ഒടുവിലായിട്ട് സംഭവിക്കുന്നത് ഇങ്ങനെ ചെത്തിമിനുക്കിയ പെൻസിൽ ഇങ്ങനെ താഴ്ത്തു വീഴുന്നുണ്ട്. അതിൻ്റെ മുന ഒടിയുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടക്കരച്ചിലായിട്ട് ഈ ഏങ്ങലടികൾ മാറുന്നുണ്ട്. ഇതെല്ലാത്തിനും ഒടുവിൽ ഇങ്ങനെ തിയേറ്റർ, ഈ സിനിമ കഴിഞ്ഞ് മടങ്ങി പോകുന്നതായിട്ട് കാണുന്നത് പെൻസിലുകളാണ്, പല പ്രായത്തിൽ വലിപ്പത്തിലുള്ള പെൻസിലുകൾ. അപ്പം ഇങ്ങനെ തങ്ങളോടൊപ്പമായിരിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേരുക, ആ അറിവിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അതിങ്ങനെ അലിവായി മാറുന്നതിൻ്റെ അവസ്ഥാന്തരത്തെക്കുറിച്ചാണ് ഈ ലെക്രയോൺസ് എന്നുള്ള ചലച്ചിത്രം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ഒടുവിലായിട്ട് സംഭവിക്കുന്നതാണ് അനുകമ്പ. പരിശുദ്ധ കന്യാമറിയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ സ്വസ്ഥതയിൽ രമിച്ചിരിക്കാതെ തൻ്റെ ചാർച്ചക്കാരിയെ അന്വേഷിച്ചു പോകാനുള്ള ഹൃദയം പരിശുദ്ധ കന്യകാമറിയത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെയാണ് അനുകമ്പനം ചെയ്യുക എന്ന് പറയുന്നത്. താൻ അനുഭവിക്കുന്ന വ്യഥകൾ തന്നെ മറ്റൊരാളും അനുഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യഥകളിൽ പങ്കുചേരുന്ന അവസ്ഥ, ഈ അനുകമ്പ എന്ന് പറയുന്നത്. 1950കളിൽ വെനീസിൽ ഒരു വൈദികനിങ്ങനെ പണിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിങ്ങനെ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് ആ കൊച്ചച്ഛൻ പണിഷ് ചെയ്യപ്പെടുന്നത്. ആ അച്ഛനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബാറിൽ ഇങ്ങനെ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് ബാറിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാർ ബോയ് ആയിട്ടുള്ള ആൾ വന്ന് പറയുന്നുണ്ട്, താങ്കളെ അന്വേഷിച്ച് താങ്കളുടെ പുതിയ പിതാവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്, തന്നെ തേടി ഇനി ആരും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു മുൻകൂറായിട്ടുള്ള ചിന്ത ഇയാൾക്കുണ്ട്.
ഇയാൾ ഇത് കാര്യമാക്കാതെ ഇരുന്ന് ഇങ്ങനെ മദ്യപാനത്തിൽ ഇങ്ങനെ തുടരുന്ന സമയത്ത് പെട്ടെന്നൊരു കൈ വന്ന് ഇയാളുടെ തോളിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ തങ്ങളുടെ കർദിനലാണ്. കർദിനാൾ പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോകാം. ഇങ്ങനെ ഈ കൊച്ചച്ഛനെ വിളിച്ചുകൊണ്ട് കർദിനാൾ നടന്ന് ഇങ്ങനെ പള്ളിയുടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ അച്ഛനോട് ഒരു കാര്യം ഈ കർദിനാൾ ആവശ്യപ്പെടുന്നുണ്ട്. കർദിനാൾ റോൺകള്ളി എന്നുള്ളൊരു പേരാണ് കർദിനാളിനുള്ളത്. കർദിനാൾ പറയുന്നത് എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇങ്ങനെ കുമ്പസാരിക്കുന്ന സമയത്ത് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് കർദിനാൾ ഇങ്ങനെ കരയുമ്പോൾ കർദിനാളിൻ്റെ കണ്ണിൽ നിന്ന് പൊടിയുന്നത് പോലെ തന്നെ ഈ കൊച്ചച്ഛൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് ഇയാളുടെ ശിരസിലേക്ക് ധാരയായിട്ട് വീഴുന്നുണ്ട്. അതിങ്ങനെ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഈ കർദിനാൾ ഈ കൊച്ചച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, മോനെ ഇതിനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഇതിനാണ് മോനെ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കർദിനാൾ റോൺകലി എന്ന് പറഞ്ഞ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. പക്ഷേ പോപ്പ് ജോൺ 23 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റും. അത് പിന്നീട് പോപ്പായിട്ട് മാറിയ പോപ്പ് കർദിനാൾ റോൺകലി പോപ്പ് 23 ഇങ്ങനെ ഇങ്ങനെ അറിവായിട്ട് ഈ ഗബ്രിയേൽ ദൂതൻ കൊടുക്കുന്ന വിവരത്തെ ഉള്ളിലിങ്ങനെ സ്വാംശീകരിച്ച് അതിൽ ആ സ്നേഹം ഉള്ളിൽ കൊണ്ടുവന്ന് ആ സ്നേഹത്തെ പ്രവൃത്തിയാക്കി മാറ്റുന്ന പരിശുദ്ധ കന്യകാമറിയം. ഇതുതന്നെയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ക്രിസ്മസ് ഒരുക്ക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കേണ്ടത്. ഇങ്ങനെ ക്രിസ്തു ഉള്ളിൽ സന്തോഷമായി നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. നമുക്കും അതിന് സാധിക്കട്ടെ. ഈ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ആമേൻ.